കൊച്ചനുജൻ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലാണിപ്പാവകളെ, ചേറാണ്ടൊരെൻ്റെ കൈ തൊട്ടു പോയാലൊട്ടു ചേതം വരുമെന്നു ചൊന്നതല്ലേ. എന്തിനെ പിന്നെ നീ എൻ്റെ മുമ്പിൽ മനോഹാരിത വെച്ചു തന്നു, തേരോടിക്കാറ്റിനായേറെ ചുകന്ന പൂ വാരിക്കൊടുക്കുന്ന വള്ളി പോലെ. എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരയിൽ കൊണ്ടുവച്ചു, നിത്യം പെറുന്ന മയിൽ പീലിക്കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെ. നൂലിൽ നീ കോർത്തോരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പളുങ്കുമാല, ഊരിത്തരേണ്ട പെൺകുട്ടികൾക്കാണത്രേ സാരിയും മാലയും ചർച്ചയുള്ളൂ. നീ എന്താണിങ്ങനെ മൂകയാവാൻ, നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ, ഇങ്ങനെ ആകിലേ നല്ലുവൻ നിന്നും കലമ്പിയോ നിന്നോടമ്മ. ഇന്നലെ തെക്കേ പൂറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ, എന്നുള്ളിലപ്പോഴൊരീശൽ എന്തോതാനാണമ്മ വിളിച്ചതു നിന്നെ മാത്രം. ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു നമ്മളറിയാത്തോരേറെ ആൾക്കാർ, കന്മതിലിന്മേൽ കളന്നിറഞ്ഞൊരു നാൾ അമ്പലപ്രാവുകളെന്ന പോലെ. നിന്നെ വിളിച്ചു വരുത്തിയമ്മ, പിന്നാലെ വേണ്ടാതെ ഞാനുമെത്തി. എന്നേർക്കതിലൊരാൾ പുഞ്ചിരി കൊണ്ടപ്പോൾ ഒന്നിടിക്കാനെൻ മനസ്സിൽ വന്നു. ആളൊഴിഞ്ഞന്തി വിളക്കുവെച്ചു ബാലപാഠം ഞാനുരുവിടുമ്പോൾ, ആരുമാകായിലെന്തേ വടക്കിനി മൂലയിലിത്രയും നാട്ടുകൂട്ടം. തേങ്ങിയതാരെ ചിരിച്ചതാരെ തേടി ഞാൻ അങ്ങോട്ടു വന്ന നേരം, ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ച കൂടാണതെന്നു തോന്നി. നീ എന്നരികിലിരുന്നു രാവിൽ, നീ മന്ദം പുറം തലോടി. നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിട്ടു ഞാൻ കണ്ടു കനത്ത കീനവനേകം. പോവുകയാണു നീ വേറെയെങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ, പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിലെന്തു ചെയ്യും. ഞാനിനി താനെ കുളിച്ചു കൊള്ളാം, ഞാനിനി താനെ കിടന്നുറങ്ങാം, ആവില്ലാതൊന്നുമെന്നായവയെ കൊണ്ടു പോവുകയാവും കുറച്ചു ഭേദം. നീ നട്ടു ചെന്താളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മൊട്ടിടുന്നു, ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഈ കവിതയിൽ ഒരു കൊച്ചനുജൻ ചേച്ചിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെയും ചേച്ചി വിവാഹം കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിൽ അനുജൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളുമാണ്. ആദ്യമൊക്കെ ചേച്ചി കൊച്ചനുജന് കളിപ്പാട്ടങ്ങളും മയിൽപ്പീലിയും ഒന്നും കൊടുക്കാതെ ഒളിപ്പിച്ച് വെക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇന്നാകട്ടെ ചേച്ചി എന്തോ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടെന്നോണം എല്ലാം കൊച്ചനുജന് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ചേച്ചിയും ആ കൊച്ചനുജൻ തമ്മിലുള്ള ആത്മബന്ധമാണ് കാണിക്കുന്നത്. ഈ കവിത ഞാൻ ചൊല്ലിയത് തെറ്റുകളൊക്കെ ഉണ്ടാകാം, ഈണത്തിലൊക്കെ എനിക്കറിയും പോലെ ചൊല്ലിയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത കൂടിയാണിത്, അതുകൊണ്ട് ചൊല്ലിയെന്ന് മാത്രം. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക.